ഹേ ഗായ്സ്, ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ കേരള ചെറിയൊരു തിരക്കിലാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഐഡി കാർഡ് ഇന്ന് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തു. ഇന്ന് അത്യാവശ്യം എല്ലാവരുടെ കൈകളിലും ഈ ഐഡി കാർഡ് കാണാം. പിന്നെ ഇത് ഞങ്ങളുടെ ബോട്ടണിയുടെ അസോസിയേഷൻ സെക്രട്ടറിയാണ്. എല്ലാവരും കൃത്യമായി വോട്ട് ചെയ്യാൻ വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മൂപ്പർ അവിടെ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പോളിംഗ് ബൂത്ത് വരുന്ന നേരെ വോട്ട് ചെയ്യാൻ കയറി. ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് അല്ലാത്ത കാരണത്താൽ നിങ്ങൾക്ക് വോട്ടിങ്ങിന് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളെ എല്ലാവർക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിച്ച അസോയായിട്ട് ഇപ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുട്ടി. ഇതൊക്കെ എത്ര കാലം കാണുമെന്തോ. ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ വിസ്മയ കാര്യമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രിയേൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ ആ തള്ളുകൾ കേട്ടുക്കാൻ വയ്യാതെ ഞാൻ ക്യാമ്പസ് കയറാൻ തീരുമാനിച്ചു. എല്ലായിടങ്ങളിലും ഇലക്ഷന്റെ കാര്യമായ തിരക്കുകളാണ് കാണുന്നത്. സ്ഥാനാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളെ ചാക്കിലാക്കാൻ തിരക്കിലാണ്. പിന്നെ കുറെ 12 നമ്മൾ ഇലക്ഷന്റെ കാര്യങ്ങളെല്ലാം തീരുമാനമുണ്ട്. ഇങ്ങനെ ഒരു ഓട്ടോ പെട്ടിയിലേക്ക് നേരെ എണ്ണ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഉച്ചയായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അടുത്തുള്ള കടയിൽ പോയി ഒരു ജ്യൂസാ കാച്ചി. അങ്ങനെ അതിലൊന്നും ആവാത്ത കാരണത്താൽ നേരെ ക്യാൻറ്റീനിലേക്ക് തിരിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ഇക്കാടെ കൂടി സദ്യ റാഹത്ത്. പിന്നെ നേരെ ബോട്ടണിയുടെ മട്ടുപ്പാവിലേക്കാണ് വന്നത്. കാരണം ഇലക്ഷൻ അനൗൺസ്മെന്റ് ഒക്കെ ഇവിടെ നടക്കുക. ഇവിടെ ഒന്ന് ആദ്യമേ സ്ഥലം പിടിച്ചാലേ നമുക്ക് കിട്ടൂല. സ്ഥാനാർത്ഥികളും ബാക്കിയുള്ളവരെല്ലാവരും മുമ്പ് തന്നെ ആദ്യമേ വന്ന് നിൽക്കുന്നുണ്ട്. മറ്റു വേണ്ടപ്പെട്ടവർ എണ്ണാനും കയറിയുണ്ട്. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരാൻ നമുക്ക് ഇവിടെ വന്നേ പറ്റൂ. റിസൾട്ടും കാത്ത് കുറച്ച് നേരം പോസ്റ്റായി കുത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് വരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ആ വിളിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ റിസൾട്ട് വരുന്നു. പക്ഷേ അതിൽ നമ്മൾ കമളിപ്പിക്കപ്പെട്ടു. അത് വെറുതെ ഒരു ഷോക്ക് വിളിച്ചാണ്. പിന്നെ രണ്ടാമത് വീണ്ടും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ തുടങ്ങി. അപ്പോൾ ഏറെക്കുറെ എണ്ണൽ തീർന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ നിഗമനം. നമ്മളെ നിഗമനം തെറ്റിയില്ല. അങ്ങനെ കുറച്ച് പേരുടെ പോക്കോടുകൂടി ജയിച്ച സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. ഈ വർഷത്തെ ഇലക്ഷന്റെ റിസൾട്ട് ഓരോന്നായി പറയാൻ തുടങ്ങി. റിസൾട്ടിൽ പുതിയ പ്രതിഭാസങ്ങളും സംഭവിച്ചിട്ടില്ല. പഴമയൊന്നും തെറ്റിക്കാതെ ഈ വർഷം ഫുൾ SFI തന്നെ. ഈ വർഷത്തെ ഇലക്ഷനിൽ 30 സീറ്റും SFI നേടിയിരിക്കുകയാണ്. ഇനിയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ഇത് പോയെങ്കിലും നമുക്ക് ട്രെയിനിലെ കാരണത്തിൽ പോകാൻ പറ്റിയില്ല.